ഹലോ ഗൈസ്, ആൽമി ഹായ്, ഇറ്റ്സ് മീ നിസാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ തമ്മിലിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു മീൻകുയിൻ്റെ ഒരു ഫുള്ള് ട്യൂട്ടോറിയലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ നമ്മൾ മീൻകുയിൻ്റെ നേരെ മതിൽമേലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മീൻകുയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായ പോലെ തന്നെ നമ്മളെങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ലാഗാക്കുന്നില്ല. അതേമാതിരി ഈ മീൻകുയിൽ നിൽക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഓരോന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മീനുകളെ അങ്ങനെ ഈ മീൻകുയിൽ എന്തൊക്കെയുണ്ടോ, അതേമാതിരി ഈ മീൻകുയിൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ടോ, നമ്മളിപ്പോൾ എവിടെയാണ് നിർത്തുന്നത്, അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലോട്ടൊന്ന് പോകാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മീൻകുയി കാണിക്കുന്നതിന് മുമ്പ് നമ്മളെ മീൻകുയി നിൽക്കുന്നതാണ് നമ്മൾ മീൻകുയി വരുന്നത്. അപ്പോൾ ആ മീൻകുയി ഇപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ ഇത് വിറക് പെരയാണ്. ഈ വിറക് പെരയുടെ നേരെ മുകളിലായിട്ടാണ് നമ്മൾ മീൻകുയി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വയറ് പോകുന്നത് നേരെ നമ്മളെ ഫിൽറ്ററിൻ്റെ വയറാണ്. അതുപോലെ തന്നെ ആ പച്ച പൈപ്പ് പോകുന്നത് നമുക്ക് അതിലോട്ട് വെള്ളം തുറന്നിടാനുള്ള ആ ഒരു പൈപ്പാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മീൻകുയി വരുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ബാക്കിയുള്ള മൊത്തം കാണിച്ചു തരാം. എൻ്റെ കൈൻ്റെ നേരെ ഈ ഒരു സൈഡിലായിട്ടാണ് മീൻകുയി വരുന്നത്. മീൻകുയി ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കല്ലെടുത്തിട്ടാണ് നമ്മളെ മീൻകുയി നമ്മൾ പടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു വലിയ പ്രാവും കൂടാക്കുക എന്നുള്ളതിൽ ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ ഫണ്ട് ഒക്കൂല, അതേമാതിരി പ്രാവ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് മൊത്തം ചത്തുപോയി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് നേരെ ഇവിടേക്ക് ആക്കി കൊടുത്തത്. ഇവിടുന്ന് പൊളിച്ചിട്ട് ഇവിടെയാണ് ഫുള്ളി ആ മീൻകുയി റെഡി ആക്കിയിട്ടില്ല. അതിന് കാണിച്ചു തരാം, സസ്പെൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് കാലം എന്നൊക്കെ കുത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇവിടെ പ്രാവും കൂടി ഇരിക്കുന്നുണ്ട്. ഒരു ഫ്രിഡ്ജ് ബോക്സാണ്. പിന്നെ കുറച്ച് വല, കവറ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഒരു അക്വേറിയം ഈ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മളെ ലൈഫ് ഫീഡ് കൊടുക്കണമെങ്കിൽ പരലിന് എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ കൂടുന്നിട്ടുണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വല ഉണ്ട്. ഈ വല നമുക്ക് ഒരാൾ കൊടുന്നു തന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇതിലുള്ള വല ഇതാണ്. ഈ വല പറയുന്നത് ഫുള്ള് ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവനാണ് ഞാൻ മീനിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ. അപ്പോൾ അവന് ചെയ്തുകൊണ്ട് അവന് ഇത് കൊടുക്കുന്നതാണ്. അവനെങ്ങനെയാലും നല്ലൊരാളാണ്. ഇനി അടുത്തതായിട്ട് നമ്മളെ മീൻകുയി നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ മീൻകുയി വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഫിൽറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മീൻകുയിന് 2 വരി കല്ലാണ് വെച്ചിട്ടുള്ളത്. 1, 2 വരി കല്ലാണ് വെച്ചിട്ടുണ്ട്. ഇതിന് വർക്ക് ഫുള്ള് ഞാനാണ് ചെയ്ത് തീർത്താണ്. ഞാനും വേറെ 2 ആൾക്കാരും കൂടിയാണ് ഫുള്ള് ചെയ്ത് തീർത്തത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം പടുത്തിട്ടുണ്ട്. ഇവിടോട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് തേച്ചിട്ടില്ല, അതായത് പുറം ഭാഗത്ത് നമ്മൾ തേച്ചിട്ടില്ല. ഒരു സൈഡ് ഫുള്ള് തേച്ചതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ആ ഒരു സൈഡിൽ മോട്ടർ വരുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ വലയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ രാത്രിയിലോ രാവിലെ തന്നെ ആയിക്കോട്ടെ, കാക്കയായി കൂമന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ പിടിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിൽറ്ററിൽ വരുന്നത് മെറ്റൽ വരുന്നുണ്ട്. മെറ്റലിൻ്റെ നേരെ അടിയിലായിട്ട് മണൽ വരുന്നുണ്ട്. അതിന് നേരെ അടിയിലായിട്ട് ഈ പച്ച നെറ്റില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നേരെ മണൽ വരുന്നുണ്ട്. പിന്നെ ഒരു കൊട്ടയുടെ ഉള്ളിലോട്ട് നമ്മളെ പൈപ്പ് ഇറക്കി വെച്ചതാണ് നമ്മൾ. അത്യാവശ്യം നല്ല 40 വാൾട്ടിൻ്റെ ഒരു ഫിൽറ്ററാണ് വരുന്നത്. ഫിൽറ്ററല്ല, ഒരു മോട്ടറാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ക്ലീൻ ആക്കുന്ന ടൈമിൽ വെള്ളം ഒഴിവാക്കി വിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സൈഡ് നമ്മൾ കവർ ചെയ്ത് നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മീനിനെ ഇറക്കി വിടുന്ന ഇതൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് 3 വാഹയുണ്ട്. പിന്നെ കുറച്ച് സിലോപ്പി എടുക്കുന്നുണ്ട്. പിന്നെ 2 പുതിയ അതിഥികളും കൂടി വന്നിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം, പറയുന്നില്ല, കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ പുതിയ 2 സാധനങ്ങൾ. ഇതിനെ പിരാനൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ടാവും, ആൽബിനോ പിരാന എന്നാണ് പറയൽ. പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ പേര് അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്കറിയാം, എന്നാലും സസ്പെൻസ് ഇട്ടിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുയി വരുന്നത്. അത് കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മൾ പടുത്തെടുത്താണ്. 2 കല്ല് വെച്ച്, അതായത് 2 വരി കല്ല് വെച്ചിട്ടാണ് നമ്മൾ മൊത്തം പടുത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാത്തതിന് കാരണം നമ്മളിപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസവും വൈകുന്നേരം വെറും 1 മണിക്കൂറിനൊക്കെ പണിയെടുക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണി ഏറെയാണ്. വീട് എടുക്കാനും എഫേർട്ട് കുറച്ച് കൂടുതലാണ്.
അതുകൊണ്ട് മാത്രമേ നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. നമ്മൾ മൊത്തത്തിൽ എല്ലാം കൂടി ഒരു ദിവസം 2 ദിവസം കൂടി നമ്മൾ ഫുള്ളാക്കുകയാണെങ്കിൽ ഓക്കെ നിൽക്കായിരുന്നു. ഇതിപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഓരോ ദിവസം മണിക്കൂറുകൾ മാത്രം എടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സെറ്റപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാതിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് സെറ്റപ്പ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ സെറാമിക് റോൾസ് കൊടുത്തിടാണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി മീനുകളൊക്കെ കൊടുത്തിടണം, അങ്ങനത്തെ ഓരോ പരിപാടികളാണ്. ഇതിപ്പോൾ നമ്മളെ ഫിൽറ്ററിൻ്റെ വയറാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചതാണ് ഞാൻ. എന്നിട്ട് ഇവിടെ നിന്നാണ്ട് ഇതിൻ്റെ വയർ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് വാട്ടർ പ്രൂഫ് ആക്കി വെച്ച്, അല്ലെങ്കിൽ എല്ലാം കൂടി കത്തി പിടിക്കും, അതുകൊണ്ടാണ്. പിന്നെന്താണ് നമ്മൾ മോട്ടർ വരുന്നത്. മോട്ടർ അത്യാവശ്യം നല്ല മോട്ടർ തന്നെയാണ്, 600 രൂപ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ആക്കണ നടക്കുക നമ്മൾ വാഹാള്, സിലോപ്പി. ഇതിൻ്റെ പേര് ആൽബിനോപിരാന. അതിന് ശരിക്കത്തെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താളി. കാരണം നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിൻ്റെ പേര് അങ്ങനെ ആർക്കും അറിയില്ല. ഇതിൻ്റെ പേര് തുടങ്ങുന്ന പി വെച്ചിട്ടാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ വിളിക്കുന്നത് ആൽബിനോപിരാന എന്നാണ്. പക്ഷെ സംഭവം അല്ല, ഇതിൻ്റെ പേര് വേറെ ടൈപ്പ് സാധനമാണ്. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മുടെ പോണ്ട് വരുന്നത്. ഇനിയിപ്പോൾ ഗൂഗിളിൽ ആൽബിനോപിരാന എന്ന് അടിച്ചാൽ അതിൻ്റെ ഒറിജിനൽ പിക്കും പേരും കിട്ടാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഇത് വരുന്നത്, മീൻകുയി വരുന്നത്. ഫുൾ സെറ്റാണ്. ഇപ്പോൾ നമ്മളെ ഈ ഒരു വയർ താന്നിട്ടുണ്ട്, അത് നമുക്ക് പൊന്തിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു കല്ല് കയറ്റി വെച്ചത്, അതായത് ഇവിടെ നിന്നിട്ട് ഞാനിവിടെ ടൈറ്റാക്കി വെച്ചതായിരുന്നു. ആ കല്ലെടുത്താണ് ഞാൻ നേരെ വലമ്പക്ക് വെച്ചു, അതിപ്പോൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഫുള്ള് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇങ്ങനെ വിടുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഇതും ആണല്ലോ നമുക്കിപ്പോൾ. ഇതിപ്പോൾ നിൻ്റെ പാൻറ്റൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കാരണം നമ്മളിന്ന് കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്ന് കലക്കിയാണ്ട് കുറച്ച് ഇതിലൊരു പച്ച കളറായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഉമ്മാനോടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പച്ച കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിവാക്കി ഒരു ദിവസം ഫുള്ള് ഫിൽറ്ററൊക്കെ ഓണാക്കിയിട്ട് അങ്ങനെ കുറഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, കാലട്ടിയാണ്ട് വെള്ളം ഓണായിട്ടുണ്ട്, നല്ല ഓഫാക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഫുള്ള് സെറ്റപ്പ് വരുന്നത്. വീടാണ് ആ കാണുന്നത്. അവിടെ നമ്മൾ നേരെ ഒരു പൈപ്പ് ടാങ്കിൽ നിന്ന് മറ്റേ ഫിസിക്സ് യൂസ് ചെയ്താണ് ഇങ്ങോട്ട് വലിച്ചാണ്. അവിടെ വലിച്ചിട്ട് എയറിൻ്റെ പ്രഷർ കൊണ്ട് നമുക്ക് ഇവിടെ വെള്ളം കിട്ടും. ഓക്കെ. അപ്പോൾ ആ ടാങ്കിൽ തന്നെ നമ്മൾ വലിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫിൽറ്ററിൻ്റെ വയർ ഈ പോകുന്നത് നേരെ അവിടെ ഹോൾസിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഫ്ലഗ് ഊറ്റി കൊടുത്താണ് ഞാൻ. അപ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എപ്പോഴും ഇതിന് മുകളിൽ കയറാൻ പറ്റിയെന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് വലിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ ആൽബിനോപിരാനൻ്റെ തീറ്റ വരുന്നത്. പിന്നെ നമ്മുടെ വാഹക്ക് നമ്മൾ കൊടുക്കുന്നത് മീനാണ് കൊടുക്കാറ്. ഞാൻ ഇപ്പോൾ സാധാരണ ഒന്നും കൊടുക്കൽ നമ്മൾ മത്തിയാണ്. മത്തി ചെറിയ പീസാക്കി ഇട്ടാണ് കൊടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രഷൻ എന്തിനു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കൈയിൻ്റെ വിരലിലേറെ കുറച്ചും കൂടി കായിട്ടുണ്ട്. നമ്മൾ കൊടുന്നിലേറെ ഒന്നുകൂടി കഴിഞ്ഞിട്ടുണ്ട്, കളറ് കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സിലോപ്പിയാണ് നമ്മൾ കുറച്ച് തോനെ കൊടുത്തിട്ടുണ്ട്, 10-15 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പിടിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിന് പകുതി അവരെന്നെ ഫുഡാക്കിയിട്ടുണ്ട്. പിന്നുള്ളത് അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സിലോപ്പിനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് നല്ലോണം നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ തേക്കുന്ന ടൈമിൽ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ ഫോണിൽ നിന്ന് തപ്പി നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് കൊടുത്തതാണ്. ഇതിലിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എത്ര കല്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പഴക്കണ്ട് ഈ ഒരു ബോക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ പകുതി തേച്ചിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ആദ്യം ഇങ്ങനെ ഇരുന്നൊരു കല്ലും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ മീനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ വലിയ ഫിനിഷിങ്ങിലൊന്നുമല്ല തേച്ചിട്ടുള്ളത്, എന്നാൽ നമ്മളതിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മളെ ആൽബിനോപിരാനക്കും അതുപോലെ തന്നെ നമ്മളെ വാഹക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന വീഡിയോസ് നല്ല രീതിയിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നാമത് ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ സ്കൂൾ തുറക്കും. അങ്ങനെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഫുഡ് കൊടുക്കാനൊന്നും മാന്യമാരൊക്കെ ടൈം കിട്ടില്ല. ഇതിനൊക്കെ ഇപ്പം തന്നെ ഞാൻ രാവിലെ 5 മണിക്കൊക്കെ നീക്കും, 5 മണിക്ക് ഇച്ചിരി ഓടാൻ പോകും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഫിറ്റ്നസ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ നീച്ചിട്ട് നമ്മൾ ഓടാൻ പോകും. ഓടാൻ പോയിട്ട് വന്നിട്ടൊരു 7 മണിയൊക്കെ ആവും. അപ്പോൾ 7 മണിക്കൊക്കെയാണ് ഞാൻ ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഫോണിലൊക്കെ ചാർജ് കഴിഞ്ഞ് കെടുക്കുകയാണ്, നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമും കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കിട്ടും എന്നുള്ള ഒരു ഇതിൽ ടെൻഡൻസിയിൽ നോക്കി നിൽക്കുകയാണ്. പക്ഷെ നമുക്കിപ്പോൾ കൊടുക്കാൻ ഞാൻ രാവിലെ കൊടുത്താണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ കൊടുക്കുമല്ലോ, ഇനിയിപ്പോൾ വൈകുന്നേരം കൊടുക്കുള്ളൂ. ഞാൻ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം ഫുഡ് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തും. ടൈം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ പറയാൻ കാരണം തന്നെ
ഒരു ഇതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രയാസമുണ്ട് വീഡിയോ എടുക്കാനും ഇതിനൊക്കെ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് നേരെ എൻ്റെ ബാക്കിലോട്ടും കൂടി ഞാൻ കുറച്ചും കൂടി ഒരു ടാങ്കും കൂടി ചെയ്താലോന്നുണ്ട്. ആ ഒരു ടാങ്ക് ചെയ്യുമ്പോൾ ഞാൻ മിക്കവാറും ഞാൻ വ്ളോഗ് എടുക്കും, ഓക്കെ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ടാങ്കിലേറെ ഒന്നും കൂടി വലുപ്പത്തിൽ വേണം ഉണ്ടാക്കാനെന്നുള്ളൊരു ഇതുണ്ട്. കാരണം കുറച്ചും കൂടി ഭാഗം നമുക്ക് ബാക്കിലോട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് വരുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോന്നും, ഓക്കെ. അതൊക്കെ ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മളെ വീഡിയോസ് നമ്മൾ തുടർച്ചയായിട്ട് ഇടണം എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ വലുതാട്ടെ എന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു തരിക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഔട്ട്.